ഹരി ഓം. എല്ലാ ക്യാമ്പും പോലെ ഇന്നും ഒരു കബീർ ദോഹ കടന്നുപോയി. മുന്നേ നടന്ന മറ്റ് ദോഹയിൽ നിന്ന് കുറച്ച് വ്യത്യാസമായിരുന്നു ഇന്നത്തെ ദോഹ. കാരണം കുറച്ച് വൈരുദ്ധ്യങ്ങൾ എന്ന് തോന്നുന്ന തരത്തിലുള്ള സ്റ്റേറ്റ്മെൻറ്റ്സുകളാണ് കബീർ പറഞ്ഞത്. ഉദാഹരണം പറഞ്ഞാൽ, വീട്ടിനകത്ത് നിൽക്കരുത്, നനയും; പുറത്തിറങ്ങൂ, നനയാതിരിക്കും. പിന്നെ അതുപോലെ കാട്ടിനുള്ളിൽ കൂടി നടക്കൂ, നിങ്ങൾ നഗരത്തിലെത്താം. നേരായ പാതയിൽ കൂടി നടക്കരുത്, അതായത് വെട്ടി വെളുപ്പിച്ച പാതയിൽ കൂടി നടക്കരുത്, നിങ്ങൾക്ക് നഗരത്തിലെത്താൻ സാധിക്കില്ല. അടുത്ത് അത് വീടിൻ്റെ അല്ലേ. എന്തായാലും ചില വൈരുദ്ധ്യങ്ങൾ. വീട്ടിനകത്ത് നിന്നാൽ മഴ നനയും, പുറത്തിറങ്ങിയാൽ മഴ നനയില്ല എന്ന് പറയുമ്പോൾ നമ്മുടെ യുക്തിക്ക് അത് പെട്ടെന്ന് അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ അദ്ദേഹം പോയിൻ്റ് ചെയ്ത ആ ആശയത്തിലോട്ടത് കണക്ട് ചെയ്യുമ്പോൾ, ശരീരമാകുന്ന വീട്ടിനുള്ളിൽ നാം നിലനിൽക്കും തോറും നാം ഒരിക്കലും സുരക്ഷിതരല്ല. അത് തന്നെയാണല്ലോ യോഗ അല്ലെങ്കിൽ യോഗം, യോഗ ക്രിയകളെല്ലാം അത് തന്നെയാണല്ലോ, ഇതിൽ നിന്ന് പുറത്തോട്ട് കടക്കുവാൻ വേണ്ടിയിട്ട്. ആ നനച്ചിൽ ഉണ്ടാകില്ല. അപ്പോൾ ഒരു ശരിക്കുള്ള ആ ആന്തരിക യാത്ര ചെയ്യുന്നതിന് മാത്രമേ ഇതിൻ്റെ അർത്ഥം മനസ്സിലാവുള്ളൂ. അല്ലെങ്കിൽ എന്ത് പറ്റും, ആ വാക്കുകളെ ഭൗതികപരമായിട്ട് തന്നെ അവൻ കാണാൻ ശ്രമിക്കുമ്പോൾ അവനൊരിക്കലും അത് കണക്ട് ചെയ്യാൻ പറ്റില്ല. ഇപ്പോഴെന്താണ് എൻ്റെ വ്യത്യാസം? ശരീരത്തിൽ നിലനിന്നുകൊണ്ട് ഉയർന്ന ചിന്തകളെ ശ്രദ്ധിക്കുമ്പോൾ നമുക്കിങ്ങനെ തോന്നും. ആത്മതത്വത്തിൽ നിലനിന്നുകൊണ്ട് ആണ് നമ്മൾ ഇതിനെ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കണക്റ്റാവും. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഒരിക്കൽ ഒരു ഭാഗവത സപ്താഹം നടക്കുകയാണ്. സംസ്കൃതത്തിലാണ് ഈ സപ്താഹം മൊത്തത്തിൽ പറയുന്നത്. 7 ദിവസത്തെ സപ്താഹമാണ്. അപ്പോൾ വളരെ ദൂരെ നിന്ന് ആൾക്കാർ വന്ന് ആ സപ്താഹം കേൾക്കുകയാണ്. വളരെ രാവിലെ തുടങ്ങി വൈകിട്ട് 5 മണി വരെ. ഈ സപ്താഹം കേൾക്കാൻ വേണ്ടി എല്ലാവരും വരുന്നുണ്ട്. അപ്പോഴൊരു കർഷകനും ആഗ്രഹമുണ്ട്, ഈ സപ്താഹം കേൾക്കണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ അദ്ദേഹം പ്ലാൻ ചെയ്യാണ്, ഈ 7 ദിവസം എനിക്ക് അവിടെ പോയി ഇത് കേൾക്കണം. അതിന് ഇപ്പം എന്ത് ചെയ്യണം, എനിക്ക് വയലിൽ പണിയുമുണ്ട്. അപ്പോൾ അദ്ദേഹം രാത്രി പൂർണ്ണമായിട്ടും ഇരുന്ന് ഈ പണി മൊത്തം ചെയ്യും. എന്നിട്ട് അതിരാവിലെ ഈ സപ്താഹ സ്ഥലത്ത് വന്നിരുന്നിട്ട് ഇദ്ദേഹം ഇത് കേൾക്കുകയാണ്. ഇയാൾക്ക് സംസ്കൃതം അറിയില്ല. രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഇദ്ദേഹം കേട്ടോണ്ടിരിക്കും. ആരോടും പറയുന്നുമില്ല, എനിക്കിതൊന്നും മനസ്സിലാവുന്നില്ലെന്ന് പറയുന്നുമില്ല, കേട്ടോണ്ടിരിക്കുകയാണ്. 1ാമത്തെ ദിവസം, 2ാമത്തെ ദിവസം, 3ാമത്തെ ദിവസം എല്ലാം പോയി. 5ാമത്തെ ദിവസം കഴിഞ്ഞു, 6ാമത്തെ ദിവസമായി. 7ാമത്തെ ദിവസം രാവിലെ ആയപ്പോൾ ഇദ്ദേഹം പൊട്ടിക്കരയാൻ തുടങ്ങി. ഭയങ്കരമായിട്ട് കരയാണ്. കരഞ്ഞ് ആരൊക്കെ എന്തൊക്കെ വിചാരിച്ചിട്ടും ആ കരച്ചിനെ നിർത്താൻ പറ്റുന്നില്ല. അപ്പോൾ ആ വേദിയിൽ നിറയെ പണ്ഡിതന്മാരിരിക്കുകയാണ്. ഇവരാരും കരയുന്നില്ല, പക്ഷേ ഇദ്ദേഹം മാത്രം കരയാണ്. അപ്പോൾ എല്ലാവരും ചിന്തിക്കുകയാണ്, ഇത്രമാത്രം കരയാൻ ഭഗവത്ഗീതയിൽ എന്താണുള്ളത്? അങ്ങനെ കരയത്തക്കൊണ്ട് അവിടെ അതിനകത്തൊന്നുമില്ല. ഏത് ശ്ലോകം കേട്ടിട്ടായിരിക്കും ഇദ്ദേഹം കരയുന്നത്? ഇങ്ങനെ ചിന്തിക്കുകയാണ്. എന്നാലും അദ്ദേഹം കരഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ. ഇദ്ദേഹത്തിനെ വിളിച്ച് കൊണ്ട് പുറത്തോട്ട് മാറ്റിയിരുത്തിയിട്ട് ചോദിക്കുകയാണ്,
എന്ത് പറ്റി, ഏത് ശ്ലോകമാണ് താങ്കൾ ഇത്രയും ഇൻഫ്ലുവൻസ് ചെയ്തത്? മൊത്തവും അത് സംസ്കൃതത്തിലാണ് പറയുന്നത്. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞു എനിക്കൊന്നും ഒന്നും മനസ്സിലായില്ല. ഈ 5-6 ദിവസം കൊണ്ട് ഞാൻ വന്നിരിക്കുകയാണ്, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല, സംസ്കൃതമാണ്, ഒന്നും പിടികിട്ടുന്നില്ല, കേട്ടോണ്ടിരുന്നു. പിന്നെ എന്തിനാണ് താങ്കൾ ഇത്രയും കിടന്ന് കരഞ്ഞത്? അപ്പോഴേ ഇദ്ദേഹം പറഞ്ഞത്, ഞാനിങ്ങനെ ആലോചിക്കുകയായിരുന്നു, ഭഗവാൻ പറഞ്ഞ വാക്കുകളാണല്ലോ ഇവിടെ മൊത്തം പറയുന്നത്, 700 ശ്ലോകങ്ങളായിട്ട് പറയുന്നത്. അപ്പോൾ ഞാൻ കേട്ടിട്ടുണ്ട്, രഥത്തിൽ പുറകിലാരാ ഇരിക്കുന്നത്? അർജുനൻ ഇരിപ്പുണ്ട്, ഫ്രണ്ടിലാരാ ഇരിക്കുന്നത്? ഭഗവാൻ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു പ്രത്യേക ഒരു ആംഗിൾ ഇങ്ങനെ തിരിഞ്ഞിരുന്നിട്ടല്ലേ ഗീതോപദേശം ചെയ്തത്. അപ്പം ഈ 700ഓളം ശ്ലോകങ്ങൾ ഇങ്ങനെ അദ്ദേഹം ഈ പ്രത്യേക ആംഗിളിൽ നിന്ന് പറയുമ്പോൾ എന്തുമാത്രം പെടലി വ്യാപരിച്ചിട്ടുണ്ടാവും. അപ്പം ഭഗവാൻ എന്തുമാത്രം ബുദ്ധിമുട്ടി, അദ്ദേഹത്തിന് അവിടെ നിന്ന് എഴുതിച്ചൊന്ന് ഫ്രണ്ടിൽ വന്നിരുന്നൂടെ? അപ്പോൾ ഇത്രമാത്രം അദ്ദേഹം പെയിൻ എടുത്ത് ഇത് പറഞ്ഞല്ലോ എന്ന് ആലോചിച്ചപ്പോൾ എനിക്ക് കരയാതിരിക്കാൻ പറ്റുന്നില്ല. അപ്പോഴാണ് ഈ പണ്ഡിതർ എന്ന് പറയുന്ന വ്യക്തികളുടെ അവരെന്താണ്, മസ്തിഷ്കത്തിൽ കൂടി ഈ 5-6 ദിവസം ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ടേയിരിക്കുകയാണ്. പക്ഷെ ഇദ്ദേഹത്തിന് മസ്തിഷ്കമൊന്നും അവിടെ വർക്ക് ചെയ്തില്ല. പക്ഷെ എന്താണോ വർക്ക് ചെയ്യേണ്ടത് അതവിടെ വർക്ക് ചെയ്യും. അപ്പോൾ ശരിക്കും അവിടെ കണക്റ്റായത് ആരാണ്? അദ്ദേഹം. അപ്പോൾ ഈ സോളിൻ്റെ കൂടെ എപ്പോഴും, ഈ പരമാത്മ ചൈതന്യത്തിനോട് എപ്പോഴും ചേർന്നിരിക്കുന്നത് മസ്തിഷ്കമല്ല. അതാണ് നമ്മൾ ശരിക്കും നമ്മളെ തടയുന്നത്. നമ്മൾക്കിപ്പോൾ ഒരു കഥ കേൾക്കുന്നു, കേട്ടിട്ടുണ്ട്, നമ്മൾ അറിയാതെ പറയും, സ്പോണ്ടേനിയസ് ആയിട്ട് നമ്മൾ പറയും, കാര്യം നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷേ ഈ നിമിഷത്തിൽ ഈ കഥ കേട്ടിട്ടുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കില്ല. അത് ഹാർട്ട് വർക്ക് ചെയ്താലേ അത് പിടികിട്ടത്തുള്ളൂ. കഴിഞ്ഞ നിമിഷങ്ങളിൽ ഏതോ സമയത്ത് ആ കഥ കേട്ടിട്ടുണ്ടാവാം. നമ്മൾ ഇന്നലെയും ചായ കുടിച്ചില്ലേ എന്ന് പറഞ്ഞ് ചായ കുടിക്കാതിരിക്കുന്നുണ്ടോ? ഈ നിമിഷത്തിൽ ആ ചായ വേണം. അതാണ് ഹാർട്ടിൻ്റെ ലാംഗ്വേജ്. മസ്തിഷ്കത്തിൻ്റെ ലാംഗ്വേജ്, ഹാർട്ടിൻ്റെ ലാംഗ്വേജ് ഡിഫറെൻ്റ്. ഇതാണ് ആധ്യാത്മിക സാധന ഹാർട്ടിനെ ഉണർത്താൻ വേണ്ടിയിട്ടെന്ന് പറയും. പലപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത് ബോധത്തിനോട് ഒരിക്കലും മനസ്സ് ചേർന്നിരിക്കില്ല. ബോധത്തിനോട് മനസ്സൊരിക്കലും ചേരില്ല. മനസ്സില്ലാതാകുമ്പോൾ മാത്രമേ ബോധത്തിൽ എത്തിപ്പെടത്തുള്ളൂ. എന്നാൽ മനസ്സിന് വേറെ പലതിനോട് ചേർന്നിരിക്കും. വാസനാദികളോട് വളരെ കണക്റ്റഡായിട്ട് ചേർന്നിരിക്കും. ഒരു കുഴപ്പമില്ല, അത് കംഫർട്ടാണ് അത്. അപ്പോൾ ഈ വാസനയോട് ചേർന്നിരിക്കുന്ന മനസ്സിനെ ബോധത്തിനോട് ചേർക്കണം. പക്ഷെ അത് സാധിക്കില്ല. ഇതിൻ്റെ ഈ പിടി ഉള്ളത് കാരണം അങ്ങോട്ട് പോകത്തില്ല. എന്നാൽ ബോധത്തിനോട് ചേർന്നിരിക്കുന്ന ഒന്നുണ്ട്. അത് ഈ പറഞ്ഞ, ഈ കുറച്ച് മുമ്പേ പറഞ്ഞ ഈ കർഷകനെ പോലെ ആ ഉള്ളിൽ നിന്നുള്ള ആ ഹാർട്ട് ഡെവലപ്പ് ചെയ്തുള്ള ആ പ്രണയമാണ്. പ്രണയത്തിന് എപ്പോഴും ബോധത്തിനോട് ചേർന്നിരിക്കാൻ പറ്റും. അപ്പോഴെന്താ ചെയ്യാൻ പറ്റുക? മനസ്സിനെ പ്രണയത്തിനോട് കണക്റ്റ് ആക്കുക എന്നുള്ളത്. കാര്യം അപ്പോഴെന്ത് പറ്റും? അത് ബോധത്തിനോട് ചേർന്നോളും. ആ സ്റ്റെപ്പ് ചവിട്ടിയേ പോകാൻ പറ്റുള്ളൂ. ആ പ്രണയം എന്നുള്ള വാക്ക് ചിലയിടത്ത് ഭക്തി എന്നായിരിക്കും പറയുക, അല്ലെങ്കിൽ സമർപ്പണം എന്നുള്ളതായിരിക്കും. പക്ഷേ സംഭവം എന്താണ്? എന്നിലെ അഹംബുദ്ധി, എന്നിൽ ഒട്ടും അവശേഷിക്കാത്ത അവസ്ഥ, അത് തന്നെയാണ് ഇവിടെ പ്രണയമെന്ന് ഉദ്ദേശിക്കുന്നത്. അതവിടെ കണക്റ്റ് ആവുമ്പോൾ തീർച്ചയായിട്ടും എന്തില്ലാണ്ടാവും? മനസ്സ് അലിയും. പിന്നെ എന്താണ് ഉള്ളത്? എന്താ ഉള്ളത് അതല്ല കണക്റ്റ് ആവും. അതല്ലെങ്കിൽ അതായി തന്നെ ഇരിക്കും എന്നുള്ളതാണ്. ഇന്ന് ഹീലിംഗ് ക്യാമ്പാണ്, ശക്തിബാബ്. അപ്പോൾ ഈ ഹീലിംഗ് ക്യാമ്പിന് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം, എത്രത്തോളം നമ്മൾ എംപ്റ്റി ആകുമോ അത്രത്തോളം നമ്മളിലത് ഫില്ലാകും എന്നുള്ളതാണ്. അത് ചിലപ്പോൾ ഒരു പാട്ടായിരിക്കാം. 100% മൈൻഡ്ഫുള്ളി ആ ഭജനയിൽ നമ്മൾ കണക്ട് ചെയ്ത് നിൽക്കുക. ചിലപ്പോൾ സൈലൻസ് ആയിരിക്കാം. 100% ആ സൈലൻസിൽ കണക്ട് ചെയ്ത് നിൽക്കുക. അവിടെ നമ്മുടെ മനസ്സിന് സ്ഥാനം കൊടുക്കരുത്. ഈ നിമിഷത്തിൽ നിൽക്കുക. ഈ നിമിഷത്തിൽ നിലനിൽക്കുമ്പോൾ ഈ നിമിഷത്തിലെ സത്യം നമ്മുടെ ശ്വസനമാണ്. ശ്വസനത്തെ ശ്രദ്ധിച്ചിരിക്കുക. ശ്വസനത്തെ ഓരോ ശ്വസനവും അറിഞ്ഞുകൊണ്ട് നിൽക്കുക. ഈ നിമിഷത്തിലായി
മനസ്സിൻ്റെ സ്വാധീനം കുറയുന്നു. എന്തായിട്ടാണോ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നത്, കൈ വിരൽ ചൂണ്ടി എന്ന് പറഞ്ഞുകൊണ്ട് ആ സത്യം മുകളിൽ എന്നുള്ള അർത്ഥത്തിലൊന്നുമില്ല. എന്താണോ കണക്ട് ചെയ്യേണ്ടത് അവിടെ കണക്റ്റ് ആയിക്കോളും. അപ്പം നമുക്ക് ആ ഒരു ഘട്ടത്തിലോട്ട് കടന്നു പോകാം. ഓരോ സെക്ഷൻസിൽ കടന്നു പോകുമ്പോൾ അതിൻ്റെ ഇൻസ്ട്രക്ഷൻ തരും, അത് ഫോളോ ചെയ്യാൻ ശ്രമിക്കുക. ഇതിൽ 4 സെക്ഷൻസ് ഉണ്ട്. ആദ്യത്തെ ഒരു സെക്ഷൻ എന്ന് പറയുന്നത് 15 മിനിറ്റ് അവരവരുടെ സാധന എന്താണോ നാം ചെയ്യുന്നത്, ജപമായിരിക്കാം അല്ലെങ്കിൽ സൈലൻസിലിരിക്കുന്നതായിരിക്കാം, അത് 15 മിനിറ്റ് സ്വയം പ്രാക്ടീസ് ചെയ്യുക. അതിനുശേഷമായിരിക്കും ഹീലിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഹീലിംഗ് എന്ന സമയത്തും ജപം തുടരുകയോ ബ്രീത്തിങ്ങിൽ ശ്രദ്ധിക്കുകയോ ചെയ്തുകൊണ്ടിരിക്കാം. അത് നമ്മളടുക്കൽ സാധകർ വരും, അവർ പറയുന്നതനുസരിച്ച് ചെയറിലിരിക്കുക. ഹീലിംഗ് കിട്ടിയ ശേഷം തിരിച്ച് വന്ന് സൈലൻ്റായിട്ട് അവരവരുടെ സ്ഥലത്തിരിക്കുക. അത് കഴിഞ്ഞൊരു സൂഫി ധ്യാനമുണ്ടാകും, സൂഫി പ്രയർ, അതിൽ കൂടി കടന്നു പോവുക. ഓരോ സെക്ഷൻസ് കഴിയുമ്പോഴും നമ്മുടെ മനസ്സ് ഡൈല്യൂട്ട് ചെയ്യുന്നത് ഫീൽ ചെയ്ത് ഈ നിമിഷത്തിൽ നിൽക്കുക എന്നുള്ളതാണ് ഈ ശക്തിപാത കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഏറ്റവും അവസാനം ഒരു കൃഷ്ണ ഭജൻസ് ഉണ്ടാവും. 100% അതിൽ ഇൻവോൾവ് ആയി നിൽക്കുക. അപ്പം ടോട്ടൽ ഇൻവോൾവ്മെൻറ്റ്. അവിടെ നമ്മൾ വേറെ ഒന്നും ചിന്തിക്കേണ്ട. ചെവി കേൾക്കുന്നുണ്ട്, ചെവിയെ കേൾക്കാൻ അനുവദിക്കുക. എന്താണോ കേൾക്കുന്നത് അത് ആസ്വദിക്കാൻ നമ്മുടെ കൈകൾക്കും കാലുകൾക്കും പറ്റും. അതിന് അവസരം കൊടുക്കുക. മനസ്സിൻ്റെ സ്വാധീനം കുറയ്ക്കുക. ഈ നിമിഷത്തിൽ അതിൽ കൂടി കടന്നു പോകുവാൻ അനുവദിക്കുക. അത്രമാത്രം. ഒരു നിമിഷം കണ്ണടച്ച് ബ്രീത്തിങ്ങിൽ മാത്രം ശ്രദ്ധിച്ച് റിലാക്സായിട്ടൊന്നിരിക്കാൻ ശ്രമിക്കുക.
ഈ മുട്ടിൽ നിൽക്കുക എന്ന് പറയുന്നത് എനിക്ക് മേലെ ഒരു സത്യമുണ്ട് എന്നുള്ളതാണ്. അതിന് നമുക്ക് ഈശ്വരൻ എന്ന് പേര് കൊടുക്കാം, മനസ്സമാധാനമെന്ന് പേര് കൊടുക്കാം, അല്ലെങ്കിൽ എന്നിൽ ഞാൻ കണ്ടെത്താത്ത ഒരു സത്യം എന്നും പേര് കൊടുക്കാം. അതിനെ അക്സെപ്റ്റിംഗ് എന്നുള്ള ഒരു മനോഭാവത്തിലാണ് നമ്മൾ ആ മുട്ടിൽ നിൽക്കുക എന്ന് പറയുന്നത്. ഇത് ഒരു മ്യൂസിക് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ വളരെ സാവകാശം നമ്മുടെ കൈപ്പത്തി അത് ശരിക്കും ഇങ്ങനെ തുറന്നു വെക്കുക. നമ്മുടെ കൈപ്പത്തി ശരിക്കും നല്ലൊരു ആൻറ്റിനയാണ്. അപ്പം നമ്മുടെ ഒരു കുഞ്ഞ് നമ്മളെടുത്ത് വന്ന് നമസ്കരിക്കുന്നു, എന്ത് ചെയ്യും? അച്ഛനമ്മമാരെന്ത് ചെയ്യും? കൈ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് തട്ടും, തലയെ തൊടും. എന്തുകൊണ്ടാണ്? അതൊരു ആൻറ്റിനയാണ്. കൈക്ക് വളരെ പവർഫുള്ളുണ്ട്. അതിന് നമ്മുടെ ബ്ലെസ്സിങ്, നമ്മുടെ മനോഭാവത്തെ ശരിക്കും അങ്ങോട്ട് കൊടുക്കുക. വളരെ കുറേ നാളിന് ശേഷം കണ്ടെത്തുന്ന ഒരു സുഹൃത്തോ ആരെങ്കിലും വന്നാൽ നമ്മൾ രണ്ട് കൈയെ തുറന്ന് കാണും. പ്രത്യേകിച്ച് കാരണമൊന്നും ഉണ്ടാവില്ല. അപ്പം അവരെന്ത് ചെയ്യും? അവരെ കൈ നമ്മുടെ കയ്യിലോട്ട് ഇങ്ങനെ വരും. നമ്മൾ അറിയാതെ ചെയ്യുന്ന ഒരിതാണ്. അതാണ് ആ രണ്ട് ആൻറ്റിനകൾ തമ്മിൽ കണക്റ്റ് ആവുന്നതാണ്. അപ്പോൾ അവിടെ ഒരു തരം ഷേക്ക് ഹാൻഡ് പോലെയല്ല, പക്ഷെ ഒരു തരം കമ്മ്യൂണിക്കേഷനാണ്. ഇത് നമ്മുടെ സ്വന്തം കൈ പ്രപഞ്ചത്തിനോട് കണക്ട് ചെയ്യാൻ ശ്രമിക്കുന്നു. സൂഫി പ്രയോഗം ഇതാണ് ചെയ്യുന്നത്. ഇപ്പോൾ മ്യൂസിക് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഈ തുറന്നു വെച്ച കൈപ്പത്തി വളരെ സാവകാശം നമ്മൾ അറിഞ്ഞുകൊണ്ട് ആ കൈയുടെ മൂവ്മെൻറ്റ് അറിഞ്ഞുകൊണ്ട് സാവകാശം മുന്നോട്ട് പൊക്കി 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 ഇങ്ങനെ മുകളിലോട്ട് ശരിക്കും നമ്മളത് ഫീൽ ചെയ്ത് ആ കൈയുടെ മൂവ്മെൻറ്റ് ഫീൽ ചെയ്ത് ഒരിക്കലും സ്പീഡ് കാണിക്കാതെ വളരെ സാവകാശം ആ കൈയുടെ മൂവ്മെൻറ്റ് ഫീൽ ചെയ്യണം. അതുകൊണ്ട് ഈ ധ്യാനം കണ്ണടച്ചുകൊണ്ട് തന്നെ ചെയ്യുക. കൈകൾ വളരെ സമാന്തരമായി മുഖത്തിൻ്റെ അടുക്കിലേക്ക് എത്തി തലയുടെ മുകളിലേക്ക് എത്തുന്നു എന്നുള്ള ഉറപ്പ് വന്നതിന് ശേഷം അങ്ങനെ റിമെയിൻ ചെയ്യുക. രണ്ട് കൈകളും ഇപ്പം കേട്ടാൽ മതി, അത് ശ്രദ്ധിക്കും. നമ്മുടെ തലയ്ക്ക് മുകളിലോട്ട് വന്നു എന്ന് ഉറപ്പ് വരുന്നവരെ ആ മുകളിലോട്ട് അങ്ങനെ നിൽക്കും. കണ്ണടച്ചുകൊണ്ടുള്ള ധ്യാനവിധിയാണ്. അപ്പം നമ്മൾ വേറെ ഒന്നും ചെയ്യുന്നില്ല. ആ കൈപ്പത്തികൾ രണ്ടും തലയ്ക്ക് മുകളിലോട്ട് നമ്മൾ കാണിച്ചങ്ങനെ നിൽക്കുന്നു. കുറച്ച് കഴിയുമ്പോൾ നമുക്ക് തന്നെ ഫീൽ ചെയ്യും നമ്മുടെ കൈകളിലേക്ക് ഒരു ഊർജം നമ്മളിലോട്ട് വരുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. അതുവരെ തുടരുക, അങ്ങനെ വയ്ക്കുക. ആ എനർജി നമ്മളിലോട്ട് വരുന്നു, അത് ഫില്ലാകുന്നു, നമ്മളിലേക്ക് നിറയുന്നു എന്ന് ബോധ്യപ്പെടുമ്പോൾ, നമ്മളത് ഓക്കെയാണ് നമുക്ക് ബോധ്യമാകുമ്പോൾ നമ്മൾ വളരെ കൃതജ്ഞതയോടെ ആ കൈകളെ വീണ്ടും തിരിക്കുക ഭൂമിയിലേക്ക്. ഇതൊക്കെ വളരെ സാവകാശം അറിഞ്ഞുകൊണ്ട് ഫീൽ ചെയ്ത് ചെയ്യുക. എന്നിട്ട് പതുക്കെ ആ കൈകൾ നിലത്ത് കൊണ്ടുവന്ന് തൊടുക. ഇത് വളരെ സാവകാശം സമയമെടുത്ത് മാത്രം ചെയ്യും. എന്നിട്ട് ആ കൈകൾ ഭൂമിയിലേക്ക് തൊട്ട് ശിരസ് പതുക്കെ ഭൂമിയിലേക്ക് തൊടുക. കുറച്ചു നേരം അങ്ങനെ റിമൈൻ ചെയ്യുക. അടുത്ത മ്യൂസിക് തുടരുന്നു. ഇതേ പ്രോസസ്സ് തന്നെ നമ്മൾ 3, 4, 5 നമുക്ക് എന്താണോ മാനസികമായിട്ട് നമുക്ക് അനുഭവം ചെയ്യാൻ തോന്നുന്ന ഫീൽ അതനുസരിച്ച് നമ്മൾ ചെയ്യുക. ഓക്കെ ആയി മതി എന്ന് തോന്നുന്ന ആൾ നിശ്ചലമായി കണ്ണടച്ച് ഇരിക്കുക. ഇതാണ് സൂഫി പ്രയർ എന്ന് പറയുന്ന ഈ ധ്യാനവിധി. മുട്ടുവേദനയുള്ളവർ ഇരുന്നു കൊണ്ട് തന്നെ ചെയ്താൽ മതി. അല്ലാത്തവർ എണീറ്റ് കംഫർട്ടായിട്ട്